അതായത് മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറഞ്ഞതുപോലെയാണ് ഹൂത്തികളുടെ കാര്യത്തിൽ അമേരിക്കയുടെ അവസ്ഥ എന്ന് പറയേണ്ടി വരും. അമേരിക്ക ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ചെറിയ സ്പാനറും എടുത്ത് ഹൂത്തികൾക്ക് പിറകെ പോയിട്ട് അവസാനം ഹൂത്തികൾ തിരിച്ചടിച്ചപ്പോൾ വാലും ചുരുട്ടി കണ്ടം വഴി ഓടുന്ന അവസ്ഥയിലേക്ക് അമേരിക്ക മാറിയിരിക്കുകയാണ്. നോക്കുക, ലോകശക്തികളുടെ ഒരു പതനമേ. ദ ജേർണലിസ്റ്റിലേക്ക് കഴിഞ്ഞ ഒരു വർഷക്കാലത്തിലേറെയായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ ഒരു സവിശേഷതയായി അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകതയായി ഞാൻ നോക്കിക്കാണുന്നത് ലോകശക്തികളുടെ വമ്പൻ പരാജയമാണ്. അതായത് ലോകം ഞങ്ങളുടെ കയ്യിലാണ്, ലോക പോലീസ് ഞങ്ങളാണ്, ലോകത്ത് എന്ത് നടക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങളൊരു യുദ്ധം തുടങ്ങിയാൽ അത് വിജയിപ്പിച്ചെടുക്കാനുള്ള എല്ലാ സാധ്യതകളും സാഹചര്യവും കഴിവും ഞങ്ങൾക്കുണ്ട് തുടങ്ങിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന വിധത്തിൽ അത്തരത്തിലുള്ള ധാർഷ്ട്യവും അഹങ്കാരവും പുലർത്തുന്ന വിധത്തിലുള്ള നീക്കങ്ങൾ ചെറുകിട രാജ്യങ്ങളോടും ഗ്രൂപ്പുകളോടും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന വൻ ശക്തികളുടെ വീഴ്ച അല്ലെങ്കിൽ പതനമാണ് ശരിക്കും പറഞ്ഞാൽ ഈ യുദ്ധ രംഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായി ഇസ്രായേൽ ഹമാസിനെതിരെ ഗസയിൽ ലോകത്തൊരിക്കലും നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അതിക്രൂരമായ സൈനിക നീക്കങ്ങൾ നടത്തുന്നു. ഇത്രയധികം സാധാരണക്കാർ കൊല്ലപ്പെട്ട ഒരു യുദ്ധം സമീപകാലത്തെങ്ങും ഉണ്ടായിട്ടില്ല. പക്ഷെ അങ്ങനെ ആക്രമണം നടത്തി, വ്യോമാക്രമണം കടുപ്പിച്ച്, സാധാരണക്കാരെ കൂട്ടക്കുരുതി നടത്തി, ഒരു വംശഹത്യാ സ്വഭാവത്തിലേക്ക് എല്ലാം ചെയ്തിട്ടും ഏതാണ്ട് 100ഓളം വരുന്ന ബന്ദികളെ ഇതുവരെ കണ്ടെത്താൻ പോലും ഇസ്രായേൽ സൈന്യത്തിന് കഴിഞ്ഞിട്ടില്ല. അമേരിക്കയാകട്ടെ ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് പറഞ്ഞ് കൂടെ നിന്ന് ഒടുവിൽ എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങുന്ന അവസ്ഥ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഴ്ച അല്ലെങ്കിൽ ലോകശക്തികൾക്ക് സംഭവിച്ച ഒരു വലിയ തിരിച്ചടി എന്ന് പറയുന്നത് അത് ഹൂത്തികളുടെ ഭാഗത്തു നിന്നാണ്. ഹൂത്തികൾ ചെങ്കടൽ ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് നേരെ വീണ്ടും വീണ്ടും ആക്രമണങ്ങൾ, യുദ്ധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് നമ്മൾ അധികം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നൊരു വസ്തുത. നോക്കുക, ഹൂത്തികൾ എന്ന് പറയുന്നത് യമൻ എന്ന ചെറിയൊരു രാജ്യത്തെ ഒരു വിമത സംഘമാണ്. അതായത് രാജ്യത്തിൻ്റെ പരമാധികാരം പോലും കയ്യിലില്ലാത്ത ഒരു ചെറു ഗ്രൂപ്പാണ്. പരമാവധി ഒരു 50,000-നും 1,00,000-നും ഇടയ്ക്ക് ആളുകളെ അവരുടെ കൂടെയുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു സൈനിക വിഭാഗമേ അവർക്കുള്ളൂ. പക്ഷേ ഈ ഹൂത്തികൾ ചെങ്കടലിൽ 12 രാജ്യങ്ങളോട് പടവെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഹൂത്തികളെ ഇല്ലാതാക്കാൻ വേണ്ടി അമേരിക്ക കൊണ്ടുവന്ന ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന് പറയുന്ന പദ്ധതി പ്രകാരം 12 രാജ്യങ്ങളുടെ സൈനിക ശക്തി ഹൂത്തികൾക്ക് നേരെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ ഹൂത്തികൾ ഉയർത്തുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഈ വലിയ ശക്തികളുടെ നെറ്റ്വർക്കിന് സാധിച്ചിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം കരുത്താണ് ഹൂത്തികൾക്കുള്ളത് എന്ന്. ആ ഹൂത്തികൾ ഇപ്പോൾ പുതിയ ഒരു നിർണായകമായ നീക്കം നടത്തിയതോടുകൂടി അമേരിക്ക വിറച്ചുപോയി എന്നാണ് പറയുന്നത്. പശ്ചിമേഷ്യയിൽ നിന്ന് USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന അമേരിക്കയുടെ ഏറ്റവും വലിയ 2ാമത്തെ എയർക്രാഫ്റ്റ് കാരിയർ ഷിപ്പ്, അതായത് വിമാനവാഹിനി കപ്പൽ, യുദ്ധത്തിന് ഉപയോഗിക്കുന്ന യുദ്ധക്കപ്പൽ, വിമാനവാഹിനി കപ്പൽ, യുദ്ധവിമാനങ്ങൾ, പോർ വിമാനങ്ങൾ, അതുപോലെ ഡ്രോണുകൾ, വ്യോമാക്രമണത്തിനുള്ള മിസൈലുകൾ തുടങ്ങി എല്ലാം ഇതിൽ ഉൾക്കൊള്ളും. അത് അമേരിക്കയുടെ തന്നെ 2ാമത്തെ ഏറ്റവും വലിയ കപ്പലാണ്. ഈ കപ്പലാണ് കഴിഞ്ഞ ദിവസം ഹൂത്തികളെ നേരിടാൻ വേണ്ടി ചെങ്കടലിലൂടെ പായിച്ചുകൊണ്ടിരുന്നത്. ഹൂത്തികളെ നേരിടാൻ വേണ്ടി മാത്രമല്ല, ഏതെങ്കിലും തരത്തിലൊരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ, അതായത് ഇസ്രായേലും ഇറാനും തമ്മിലൊക്കെ ഒരു യുദ്ധം ഉണ്ടായാൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മിഡിൽ ഈസ്റ്റിൽ, പശ്ചിമേഷ്യയിൽ, ചെങ്കടലിലും മെഡിറ്ററേനിയൻ കടലിലും ഒക്കെയായി കൊണ്ടുവന്നിട്ട കപ്പലാണ്. ഈ കപ്പൽ തിരിച്ചു വിളിച്ചിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന ഏറ്റവും നിർണായകമായ റിപ്പോർട്ട്. അതായത് ഈ ഹൂത്തി സംഘം കഴിഞ്ഞ ദിവസം ഈ എബ്രഹാം ലിങ്കൺ എന്ന കപ്പലിനെയും, അതായത് പടക്കപ്പലിനെയും യുദ്ധക്കപ്പലിനെയും അതുപോലെ തന്നെ ഒപ്പമുണ്ടായിരുന്ന 2 അകമ്പടി വാഹനങ്ങൾ, അതായത് ഡിസ്ട്രോയർ ഷിപ്പ് എന്ന് പറയുന്ന 2 മറ്റ് കപ്പലുകളെയും ലക്ഷ്യം വെച്ച് നിരന്തരമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ആ ആക്രമണങ്ങൾ ആ കപ്പലുകളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിധത്തിലേക്ക് പോയി എന്നായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ടുകൾ. അതായത് കപ്പലുകൾ തകർത്തു എന്നല്ല, മറിച്ച് തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ കപ്പലുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിക്കും. അത് ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നത് വലിയ നഷ്ടമായിരിക്കും. സാധാരണഗതിയിൽ ഇത്തരം കപ്പലുകൾക്ക് നേരെ, പ്രത്യേകിച്ച് അമേരിക്കയുടെ ഈ പടക്കപ്പലിനെതിരെ, വിമാനവാഹിനി കപ്പലിനെതിരെ ഒന്നും ആക്രമിക്കാൻ ആരും ധൈര്യപ്പെടാറില്ല. പക്ഷേ ഇവിടെ കാര്യങ്ങൾ മാറി. ഹൂത്തികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ സംബന്ധിച്ച്, ഇറാനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ യുദ്ധ സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. കാരണം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ലെബനനിലേക്കും ഗസയിലേക്കും ഒക്കെ നിരന്തരമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മയായ OIC ഇതിനെ അപലപിക്കുന്നു. അവർ ഇസ്രായേലിൻ്റെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പ്രസ്താവന ഇറക്കുന്നു. സൗദി വിഷയത്തിൽ ഇടപെടുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും ഇസ്രായേലിന് പിന്നോട്ട് പോകാൻ ഒരു താല്പര്യവുമില്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ നീങ്ങുകയാണ്.
അപ്പോൾ കൂട്ടക്കുരുതി ലെബനനിലും ഗസയിലും ഒക്കെ തുടരുന്ന സാഹചര്യത്തിൽ ഇത് അവസാനിപ്പിക്കണമെങ്കിൽ ഇസ്രായേലിന് നൽകുന്ന പിന്തുണ അവസാനിക്കണം. അത് കൊടുക്കുന്നത് അമേരിക്കയാണ്, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ധൈര്യം എന്ന് പറയുന്നത് അമേരിക്കയാണ്. അപ്പോൾ സ്വാഭാവികമായും അമേരിക്കയും ചേർത്ത് തിരിച്ചടിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഹൂത്തികൾ എത്തുന്നു. അവർ ശക്തമായി തന്നെ അമേരിക്കൻ ഷിപ്പുകളെ ആക്രമിക്കുന്നു. ഇതോടുകൂടി അമേരിക്ക പകച്ചു പോകുന്നു. അവരുടെ മുന്നോട്ടുള്ള പ്രയാണം തടസ്സപ്പെടുന്നു. എന്ന് വെച്ചാൽ ഹൂത്തികളെ തൊട്ടാൽ വിവരമറിയുമെന്ന ഒരു പ്രതീതി തന്നെ അവിടെ ഉണ്ടായി. എന്നിട്ട് ഈ കപ്പലുകൾ തിരിച്ചു വിളിക്കുകയാണ്. ഈ കപ്പലുകൾ തിരിച്ചു വിളിച്ചപ്പോൾ അമേരിക്ക പറഞ്ഞത്, ഞങ്ങൾക്ക് ഹൂത്തികളെ അവസാനിപ്പിക്കാൻ ഈ കപ്പലിൻ്റെ ഒന്നും ആവശ്യമില്ല, മറിച്ച് ഞങ്ങൾക്ക് വ്യോമാക്രമണം നടത്തിയാൽ മതി എന്നാണ്. അപ്പോൾ തിരിച്ചു വരുന്നൊരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ വ്യോമാക്രമണം നടത്തി 7 പണ്ടേ ഹൂത്തികളെ അവസാനിപ്പിക്കാമായിരുന്നില്ലേ എന്നാണ്. അതിന് അമേരിക്കയ്ക്ക് മറുപടിയില്ല. അപ്പോൾ സംഭവിച്ചത് ഇത്രയുമാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിൽ ഒന്ന് പശ്ചിമേഷ്യയിൽ കൊണ്ടുവന്നിട്ടിട്ടും ഹിസ്ബുള്ളയ്ക്കോ ഹൂത്തികൾക്കോ ഹമാസിനോ ഒന്നും ഒരു കൂസലുമില്ല. നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യൂ, ഞങ്ങളാൽ കഴിയുന്നത് ചെയ്യാമെന്ന രീതിയിൽ ഹൂത്തികൾ ഈ കപ്പൽ ഉൾപ്പെടെ ശക്തമായി ആക്രമിച്ച് തകർക്കാൻ ഒരുങ്ങി. ചില ആക്രമണങ്ങൾ നടത്തി, അത് കപ്പലിൻ്റെ പല ഭാഗത്തും എത്തി, കപ്പലിന് ചുറ്റുമെത്തി. ഭയങ്കരമായ പ്രശ്നത്തിലേക്ക് അമേരിക്ക പോകുന്ന സാഹചര്യം ഉണ്ടായതോടുകൂടി ഇത് തിരിച്ചു വിളിക്കുകയാണ്. എന്തായാലും ഈ കപ്പലുകൾ തിരിച്ചു വിളിക്കുന്നു എന്ന വാർത്ത വരുന്നു. അതോടൊപ്പം തന്നെ 12 രാജ്യങ്ങളോട് യുദ്ധം ചെയ്ത് പിന്നെയും കപ്പലുകൾ ആക്രമിക്കാൻ ഹൂത്തികൾ തയ്യാറാകുന്നതിലൂടെ ഈ ലോകശക്തികൾ ഈ ചെറിയൊരു ഗ്രൂപ്പിന് മുന്നിൽ തകർന്നു പോവുകയാണ്, അല്ലെങ്കിൽ ഒന്നുമല്ലാതായി പോവുകയാണ്. അപ്പോൾ ഹമാസിൻ്റെ കാര്യത്തിലായാലും ഇസ്രായേൽ എന്ന് പറയുന്ന ഏറ്റവും വലിയ ചാരസംഘടനയുള്ള, ആയുധ വ്യാപാരമുള്ള, ലോകത്തെ ഏറ്റവും വലിയ ഇൻ്റലിജൻസ് നെറ്റ്വർക്കുള്ള അമേരിക്ക ഉൾപ്പെടെ വലിയ പിന്തുണ കൊടുക്കുന്ന വൻ ശക്തി ഹമാസിന് മുന്നിൽ 100 ദിവസം കഴിഞ്ഞിട്ടും വിജയിക്കാനാകാതെ നട്ടം തിരിയുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം രഹസ്യമായി ഗസയിൽ വന്ന് തിരിച്ചുപോയതിന് പിന്നാലെ വന്നത് ഗസയിൽ ഹമാസിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ശക്തമായ ആക്രമണങ്ങൾ നടന്നു എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവരെയൊന്നും, ഈ ഗ്രൂപ്പുകളെ, ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, എന്തെങ്കിലും ചെയ്യാമെന്ന ധാരണയിൽ വന്നവർ തിരിച്ചു പോവുകയാണ്. അതും അമേരിക്കയുടെ തന്നെ കപ്പൽ തിരിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, അതായത് ഹൂത്തികളൊക്കെ എത്രത്തോളം കരുത്തരാണ്, അല്ലെങ്കിൽ അവരുടെ നീക്കത്തെ തുടർന്ന്, നിർണായകമായ യുദ്ധത്തെ തുടർന്ന് അമേരിക്കയൊക്കെ തിരിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണെന്ന് പറയേണ്ടി വരും. എന്തായാലും ഹൂത്തികളെയും ഹിസ്ബുള്ളയെയും ഹമാസിനെയും ഒന്നും അവസാനിപ്പിക്കാൻ, അല്ലെങ്കിൽ അവരുടെ നീക്കങ്ങൾ ഇല്ലാതാക്കാൻ ഇത്രയും നാളായിട്ടും, നോക്കുക, 1 വർഷത്തോളമായി. ഇപ്പോൾ പലരും പറയും ഇസ്രായേലിന് തൊടാൻ കഴിയില്ല, ഇസ്രായേൽ വലിയ ശക്തിയാണ്. സമ്മതിച്ചു, ഇസ്രായേൽ വലിയ ശക്തിയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് തങ്ങൾക്ക് നേരെ വരുന്ന ഈ വെല്ലുവിളികളെ പരിപൂർണമായി അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് കഴിയാത്തത് എന്ന ചോദ്യത്തിന് ഇവർക്ക് ആർക്കും ഉത്തരമില്ല. അതിൻ്റെ അർത്ഥം മറുവശത്ത് നിൽക്കുന്നവരും കരുത്തരാണ് എന്ന് തന്നെയാണ്. ഇത് മാത്രമല്ല, അന്താരാഷ്ട്ര നീതിന്യായ കോടതി നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച സാഹചര്യവും ഇസ്രായേലിന് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഹൂത്തികളെ തകർക്കാൻ ഇതിനു മുമ്പ് പല ഓപ്പറേഷനുകളും ഉണ്ടായിട്ടുണ്ട് എങ്കിലും അതൊന്നും ലക്ഷ്യം കണ്ടിട്ടില്ല. അതായത് മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറഞ്ഞതുപോലെയാണ് ഹൂത്തികളുടെ കാര്യത്തിൽ അമേരിക്കയുടെ അവസ്ഥ എന്ന് പറയേണ്ടി വരും. അമേരിക്ക ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ചെറിയ സ്പാനറും എടുത്ത് ഹൂത്തികൾക്ക് പിറകെ പോയിട്ട് അവസാനം ഹൂത്തികൾ തിരിച്ചടിച്ചപ്പോൾ വാലും ചുരുട്ടി കണ്ടം വഴി ഓടുന്ന അവസ്ഥയിലേക്ക് അമേരിക്ക മാറിയിരിക്കുകയാണ്. നോക്കുക, ലോകശക്തികളുടെ ഒരു പതനമേ. അപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് ആയുധബലം കൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ലോകശക്തികളാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇറങ്ങിയവർക്കൊടുവിൽ പിന്മാറേണ്ടി വരുന്ന സാഹചര്യമാണ് കാണുന്നത് എന്നുള്ളത് തന്നെയാണ്. ഹിസ്ബുള്ളയെ തകർക്കാൻ ലെബനനിലേക്ക് ഇസ്രായേൽ വലിയ ഓപ്പറേഷനുകൾ നടത്തിയെങ്കിലും അതൊന്നും വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതും ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കണം. ഇപ്പോഴും ഹിസ്ബുള്ള ആക്രമണങ്ങൾ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം രൂക്ഷമാവുക തന്നെയാണ്. ഒരു ഭാഗത്തു നിന്നും ആരും പിന്തിരിയുന്ന സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ ശ്രമങ്ങൾ എന്ന് പറഞ്ഞ് നടത്തുന്ന ശ്രമങ്ങളും ലക്ഷ്യം കാണാനുള്ള സാധ്യതകൾ കുറവാണ്. ഇവിടെ വൻ ശക്തികൾ വീണ്ടും തങ്ങളുടെ കണക്കുകൂട്ടലുകൾ പിഴച്ച് തോൽക്കുന്ന കാഴ്ച, അല്ലെങ്കിൽ പിന്തിരിയേണ്ടി വരുന്ന കാഴ്ചയാണ് സംജാതമാകുന്നത് എന്ന് നമുക്ക് പറയാം.